നമസ്കാരം. ഇന്ന് നമ്മൾ കുറച്ച് വിശദമായി സംസാരിക്കാൻ പോകുന്നത് അഹമ്മദാബാദിൽ ഈയിടെ നടന്ന എയർ ഇന്ത്യ വിമാന ദുരന്തത്തെക്കുറിച്ചാണ്. നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളൊക്കെ വെച്ച് എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചത്, പിന്നെ അന്വേഷണം എവിടെ വരെയായി, ഇതിന്റെയൊക്കെ ഒരു പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ സംഭവം നടക്കുന്നത് 2025 ജൂൺ 12 അല്ലേ? ഉച്ചയ്ക്ക് ഒരു 1:30 മണി കഴിഞ്ഞിട്ട് അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോയ ഫ്ലൈറ്റ് AI-171. അതെ, ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിമാനമായിരുന്നു അത്. രജിസ്ട്രേഷൻ VTANB. ടേക്ക് ഓഫ് ചെയ്ത് ശരിക്കു പറഞ്ഞാൽ വളരെ കുറച്ചു സമയം കൊണ്ട് ഒരു 17 തൊട്ട് 30 സെക്കൻഡിനുള്ളിൽ തന്നെ കാര്യങ്ങൾ കൈവിട്ടുപോയി. അത്ര പെട്ടെന്നോ? 30 സെക്കൻഡിനുള്ളിലോ? അപ്പോ വിമാനം ഒരുപാട് ഉയരത്തിലെത്തിയിരുന്നില്ലേ? ഇല്ല, അതാണ് പ്രശ്നം. ഏകദേശം ഒരു 625 അടി ഉയരത്തിൽ മാത്രം. ആ ഒരു പോയിന്റിൽ വെച്ച് വിമാനത്തിന് ഉയരം നഷ്ടപ്പെടാൻ തുടങ്ങി. പൈലറ്റുമാർ ഒരു മേഡേ സന്ദേശം അയച്ചിരുന്നു. അയച്ചിരുന്നു. പക്ഷേ തൊട്ടു പിന്നാലെ വിമാനം നേരെ പോയി മേഘാനി നഗറിലെ BJ മെഡിക്കൽ കോളേജ് കെട്ടിടത്തിലേക്ക് ഇടിച്ചിറങ്ങി. അയ്യോ! താഴേക്ക് വരുമ്പോൾ തീ പിടിച്ചിരുന്നില്ല എന്നാണ് റിപ്പോർട്ട്. പക്ഷേ ഇടിച്ചുടനെ വലിയൊരു സ്ഫോടനം, പിന്നെ കറുത്ത പുക. ഭയങ്കരമായിരുന്നു കാഴ്ച. ഇത് വളരെ വലിയൊരു ദുരന്തം തന്നെയാണല്ലോ. എത്ര പേരുണ്ടായിരുന്നു വിമാനത്തിൽ? വിമാനത്തിൽ മൊത്തം 242 പേർ. അതിലെ 230 യാത്രക്കാരും പിന്നെ 12 ജീവനക്കാരും. അതിലെ 241 പേരും മരണപ്പെട്ടു. കഷ്ടം. 241 പേർ. അതെ. അത് മാത്രമല്ല, ഇതൊരു ജനവാസ കേന്ദ്രത്തിലാണല്ലോ വീണത്. അപ്പോൾ നിലത്ത്, ആ കെട്ടിടത്തിലും പരിസരത്തുമായിട്ട് കുറഞ്ഞതൊരു 39 തൊട്ട് 60, ചിലപ്പോൾ അതിൽ കൂടുതൽ പേരും മരിച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പരിക്ക് പറ്റുകയും ചെയ്തു. ഭയാനകം തന്നെ. പക്ഷേ ഇതിനിടയിൽ ഒരാൾ രക്ഷപ്പെട്ടു എന്ന് കേട്ടല്ലോ, അത് ശരിയാണോ? ശരിയാണ്. അത്ഭുതം എന്ന് തന്നെ പറയാം. വിശ്വഷ് കുമാർ രമേശ് ഒരു ബ്രിട്ടീഷ് പൗരനാണ്. സീറ്റ് നമ്പർ 11A അദ്ദേഹം. എങ്ങനെയാണ് രക്ഷപ്പെട്ടത്? അപകടത്തിൽ തകർന്നൊരു എമർജൻസി എക്സിറ്റ് വഴി പുറത്തു കടന്നതാണ്. പരിക്കുകളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും നടക്കാൻ പറ്റുന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷെ ഒരു ദുഃഖകരമായ കാര്യം, അദ്ദേഹത്തിന്റെ സഹോദരൻ അജയ് സീറ്റ് 11Jയിലായിരുന്നു. ആള് അപകടത്തിൽ മരിച്ചു. പിന്നീട് സഹോദരന്റെ സംസ്കാര ചടങ്ങിലൊക്കെ ബാൻഡേജുകളുമായിട്ട് അദ്ദേഹം പങ്കെടുത്തതിന്റെ ചിത്രങ്ങളൊക്കെ വന്നിരുന്നു. വളരെ വികാരനിർഭരമായ കാഴ്ചയായിരുന്നു. ഉറപ്പായും. അപ്പോ ഈ അപകടത്തിന്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം എവിടെ എത്തി? ബ്ലാക്ക് ബോക്സുകൾ കിട്ടിയോ? കിട്ടിയിട്ടുണ്ട്. അത് രണ്ടും ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡറും കോക്പിറ്റ് വോയിസ് റെക്കോർഡറും കിട്ടിയത് അന്വേഷണത്തിൽ ഒരുപാട് ഗുണം ചെയ്യും. ഇപ്പോ പ്രാഥമികമായിട്ട് നോക്കുന്നത് എഞ്ചിൻ എന്തെങ്കിലും തകരാറുണ്ടായോ, അതായത് ടേക്ക് ഓഫിന് ശേഷം പെട്ടെന്ന് പവർ നഷ്ടപ്പെട്ടോ, ത്രസ്റ്റ് ലോസ് എന്നുള്ളതാണ്. ആ പെട്ടെന്നുള്ള ഉയരം നഷ്ടപ്പെടൽ, അതാണ് സൂചിപ്പിക്കുന്നത് അല്ലേ? അതെ, അതിലേക്കാണ് പ്രധാനമായും വിരൽ ചൂണ്ടുന്നത്. പിന്നെ മറ്റു കാര്യങ്ങൾ നോക്കുന്നുണ്ട്. എമർജൻസി പവർ സിസ്റ്റം, അതായത് റാം എയർ ടർബൈൻ, RAT എന്ന് പറയും. അത് പ്രവർത്തിച്ചിരുന്നോ? RAT അതെന്താണ്? അതായത് 2 എഞ്ചിനും പ്രവർത്തനരഹിതമായാൽ വിമാനത്തിന്റെ അത്യാവശ്യ കൺട്രോൾ സിസ്റ്റങ്ങൾക്ക് പവർ കൊടുക്കാൻ വേണ്ടി പുറത്തേക്ക് വരുന്ന ഒരു ചെറിയ ടർബൈൻ പോലത്തെ സംവിധാനമാണ്. അത് വർക്ക് ചെയ്തോ എന്ന് നോക്കുന്നുണ്ട്. പിന്നെ ഫ്ലാപ്പുകൾക്കോ ലാൻഡിംഗ് ഗിയറിനോ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്നും പരിശോധിക്കുന്നുണ്ട്. ഈ അന്വേഷണത്തിലെ ഇന്ത്യയുടെ ഏജൻസി മാത്രമല്ലല്ലോ ഉള്ളത്? അല്ലല്ല, ഇന്ത്യയുടെ DGCA ആണ് ലീഡ് ചെയ്യുന്നത്. പക്ഷെ കൂടെ ബോയിംഗ് ഉണ്ട്, വിമാനം ഉണ്ടാക്കിയത് അവരാണല്ലോ. പിന്നെ എഞ്ചിൻ നിർമ്മാതാക്കളായ GA എയറോസ്പേസ്, അതുപോലെ അമേരിക്കയിലെയും UKയിലെയും വ്യോമയാന അധികാരികളും എല്ലാവരും ഒരുമിച്ചാണ് അന്വേഷിക്കുന്നത്. ഈ ബോയിംഗ് 787 ഡ്രീം ലൈനറിനെ കുറിച്ച് പറയുമ്പോൾ ഇതെന്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ അപകടമാണെന്നുള്ളത് ഒരു പ്രധാന കാര്യമല്ലേ? വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. 2011 സർവീസ് തുടങ്ങിയതിനു ശേഷം ഇത്രയും വലിയൊരു അപകടം, ഇത്രയധികം ആളപായമുണ്ടായ ഒരു സംഭവം എയർ-7 ഇത് ആദ്യമാണ്. നല്ല സേഫ്റ്റി റെക്കോർഡുള്ള ഒരു വിമാനമായാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. ഇത് ബോയിങ്ങിനും വലിയൊരു തിരിച്ചടിയാണ്. സ്വാഭാവികമായും. ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയായിരുന്നു? എയർ ഇന്ത്യയെയും ബോയിങ്ങിനെയും ഒക്കെ ഇതെങ്ങനെ ബാധിച്ചു? തീർച്ചയായും. എയർ ഇന്ത്യയുടെ കയ്യിലുള്ള മറ്റ് എയർ-7 വിമാനങ്ങൾക്കെല്ലാം പെട്ടെന്ന് സുരക്ഷാ പരിശോധനകൾ നിർബന്ധമാക്കി. അതോടെ ജൂലൈ പകുതി വരെയൊക്കെ കുറെ എയർ-7 സർവീസുകൾ ഒന്നുകിൽ വൈകി അല്ലെങ്കിൽ റദ്ദാക്കേണ്ടി വന്നു. പിന്നെ ബോയിങ്ങിന്റെ കാര്യം പറഞ്ഞാല്
ഈ വാർത്ത വന്നതിന് തൊട്ടു പിന്നാലെ അവരുടെ ഓഹരി വില ഏകദേശം ഒരു 8% ഇടിഞ്ഞു. അത്രയധികം ഇടിഞ്ഞോ? എയർ ഇന്ത്യയും ബോയിങ്ങും ഒക്കെ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. പിന്നെ അന്വേഷണവുമായിട്ട് പൂർണ്ണമായി സഹകരിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമീപകാലത്തുണ്ടായ ഏറ്റവും വലിയ വിമാന ദുരന്തങ്ങളിലൊന്ന്, അതോടൊപ്പം ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ബോയിംഗ് 787ന്റെ ചരിത്രത്തിലെ ആദ്യത്തെ വലിയ അപകടവും. അതെ, ശരിയാണ്. വിമാനത്തിലുണ്ടായിരുന്ന 241 പേരുടെയും പിന്നെ നിലത്തുണ്ടായിരുന്ന 60ഓളം നിരപരാധികളുടെയും ജീവനെടുത്ത ഈ ദുരന്തം, ഇതിന്റെ അന്വേഷണ റിപ്പോർട്ട് വരുമ്പോൾ അത് വ്യോമയാന രംഗത്തെ സുരക്ഷാ മാനദണ്ഡങ്ങളെയും ഒരുപക്ഷെ ബോയിങ്ങിന്റെ ഭാവിയെ തന്നെയും കാര്യമായി സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. ശരിയാണ്. അപ്പോ ഇന്ന് നമ്മൾ സംസാരിച്ചത് ഈ എയർ ഇന്ത്യ ദുരന്തത്തിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ടേക്ക് ഓഫിന് തൊട്ടുപിന്നാലെ സംഭവിച്ച കാര്യങ്ങൾ, അത്ഭുതകരമായി രക്ഷപ്പെട്ട ആ യാത്രക്കാരൻ, പിന്നെ പ്രാഥമിക അന്വേഷണത്തിൽ എഞ്ചിൻ തകരാറിലേക്ക് പോകുന്ന സൂചനകൾ, എയർ ഇന്ത്യയ്ക്കും ബോയിങ്ങിനുമുണ്ടായ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്തു. അതെ. അപ്പോ ഈ ചർച്ച ഇവിടെ നിർത്തുമ്പോൾ നിങ്ങൾക്ക് ആലോചിക്കാനായി ഒരു കാര്യം ഞാൻ മുന്നോട്ട് വയ്ക്കാം. നമ്മൾ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യയിലൊക്കെ ഒരുപാട് വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ഈയൊരു ദുരന്തം കാണിക്കുന്നത് അത്തരം സാങ്കേതിക വിദ്യകൾക്കും പരിമിതികളുണ്ട്, പരാജയപ്പെടാമെന്നതാണ്. അപ്പോൾ വിമാനയാത്രയുടെ സുരക്ഷയെക്കുറിച്ചും പുതിയ ടെക്നോളജിയിലുള്ള നമ്മുടെയൊക്കെ ഒരു വിശ്വാസത്തെക്കുറിച്ചും ഈ സംഭവം എന്ത് പുതിയ ചോദ്യങ്ങളാണ് ശരിക്കും ഉയർത്തുന്നത്? അതൊന്ന് ആലോചിച്ചു നോക്കാവുന്നതാണ്.